ഈ വീഡിയോയിൽ കുറേ ജിയോ പൊളിറ്റിക്കൽ ഹാപ്പനിങ്സ് ആണ്. ഈ ജിയോ പൊളിറ്റിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്ഥലത്ത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന പല കാര്യങ്ങളും മറ്റൊരു രാജ്യത്തിന് ഗുണകരമാവും, അതേപോലെ തന്നെ മറ്റു ചില രാജ്യങ്ങൾക്ക് അത് ദോഷകരമായി ബാധിക്കും. ആ രീതിയിലാണ് ശരിക്കും ഈ ജിയോ പൊളിറ്റിക്സ് വർക്കാവുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഈ ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പൊതുവിൽ. പിന്നെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ, ഇപ്പം ഇന്ത്യ എണ്ണ വാങ്ങിക്കുന്നില്ല, എണ്ണ വാങ്ങൽ നിർത്തി എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇതാ ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. നവംബറിലെ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ റിപ്പോർട്ടിനെ കുറിച്ചൊക്കെ നമുക്ക് നോക്കാം, വിശദമായിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യമേ പാകിസ്ഥാൻ സൈഡിൽ തന്നെ തുടങ്ങാം. പാകിസ്ഥാൻ സൈഡിൽ തുടങ്ങാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ബലൂചിസ്ഥാൻ BLA BLF അതായത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫോഴ്സ്, ഇങ്ങനെ രണ്ട് സംഘടനകളുണ്ട് അവിടെ. അപ്പോൾ ഇവർ രണ്ടുപേരും പാകിസ്ഥാൻ്റെ ഉള്ളിൽ നടത്തിയ ആക്രമണങ്ങൾ, ഈ ആക്രമണത്തിൽ ഉണ്ട് ഏതാണ്ട് 2 ദിവസം കൊണ്ട് അവിടെ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 2 ദിവസങ്ങൾ കൊണ്ട് നടന്ന അറ്റാക്കിൽ ഏതാണ്ട് 36 പാക് പട്ടാളക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതാണ് വാർത്ത. ഇനി പാകിസ്ഥാനിൽ ഈ ബലൂചിസ്ഥാനികൾ നടത്തിയ അറ്റാക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അറ്റാക്കായിട്ട് ഈ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് നടത്തുന്ന ആക്രമണങ്ങൾ മാറിത്തീരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ 5 സ്പോട്ടുകൾ, അതായത് പാകിസ്ഥാൻ്റെ ഉള്ളിൽ ആണവ പരിശോധന നടത്തുന്ന കേന്ദ്രങ്ങൾ, FC സെൻറ്ററുകൾ, ഫ്രണ്ടിയർ ഹെഡ്ക്വാർട്ടേഴ്സ്, അവിടെയാണ് അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. അതിൻ്റെ ഗേറ്റ് വരെ പൊളിച്ചിട്ടുണ്ട്. അതായത് ഈ ഡിറ്റനേറ്റേഴ്സും ആണവായുധങ്ങളും സെപ്പറേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന 6 ആണവായുധങ്ങൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന സ്ഥലത്താണ് ബലൂചിസ്ഥാനികൾ പോയി അറ്റാക്ക് നടത്തിയത്. ഇത് എന്തിൻ്റെ സൂചനയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാകിസ്ഥാൻ ഇൻ ഡേഞ്ചർ, അത് ശരിക്കും ഗ്ലോബൽ ത്രെട്ടായിട്ട് മാറുകയാണ്. ആണവായുധം ആര് ഹാൻഡിൽ ചെയ്യേണ്ടതാണ്, ഏത് രാജ്യത്തിന് ആണവായുധം കൊടുക്കാം, ഏത് രാജ്യത്തിന് ആണവായുധം കൊടുത്തുകൂടാ എന്നൊക്കെ ചില കോമൺ സെൻസ് വേണം. അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം കാണിച്ച ബ്ലണ്ടറാണ്. അന്ന് അമേരിക്ക പാകിസ്ഥാനെ ഇന്ത്യക്കെതിരെ ബൂസ്റ്റപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആണവായുധം കൊണ്ട് അവിടെ സ്ഥാപിച്ചത്. അതിൻ്റെ പരിണിത ഫലങ്ങളാണ് ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇസ്രായേലും ഇന്ത്യയും ഇതിനെ വളരെ വളരെ ഗൗരവകരമായിട്ട് തന്നെ ഇതിനെ നിരീക്ഷിക്കുന്നുണ്ട്, എന്താണ് ഡെവലപ്മെൻറ്റ്സ് എന്നുള്ളത്. കാരണം ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്ത് ഒരുപാട് തീവ്രവാദ സംഘടന, ചെറിയ ചെറിയ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. യുവമാരുടെ കയ്യിലെങ്ങാനും ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന സംഭവ വികാസങ്ങളാണ് നമ്മൾ നോക്കി നിൽക്കേണ്ടത്. പിന്നെ ഇതിനകത്ത് ഈ ജയ്ഷ്, അതേപോലെ ലഷ്കർ എന്ന് പറഞ്ഞ ഈ രീതിയിൽ ഇന്ത്യ വിരുദ്ധ സംഘടനകൾക്കൊക്കെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ, തീവ്രവാദ സംഘടനകൾക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ഇന്ത്യക്കെതിരെ പൊട്ടിക്കും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യയുടെ ബോർഡർ മേഖലയിൽ ഇപ്പം നിലവിൽ പാകിസ്ഥാൻ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ അടിച്ച് തകർത്ത ക്യാമ്പുകളൊക്കെ വീണ്ടും കെട്ടിപ്പൊക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഡമ്മി സെറ്റുകളാണെന്നാണ് പറയുന്നത്. ഇവരുടെ യഥാർത്ഥ ക്യാമ്പൊക്കെ തന്നെ പാകിസ്ഥാൻ്റെ ഉള്ളിലാണെന്നാണ് പറയുന്നത്. ഡമ്മി ആയിട്ടാണെങ്കിലും ഇവരിപ്പോൾ ഇവിടെ ക്യാമ്പുകൾ കെട്ടി പൊക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ 17 പാകിസ്ഥാൻ മിലിറ്ററി ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായ പരിക്ക്, അവരെല്ലാം തന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ഈ ആണവായുധത്തിന്റെ നിയന്ത്രണം ശരിക്കും അസീം മുനീറിന്റെ കയ്യിലാണ്. അസീം മുനീർ ആണെങ്കിൽ എനിക്കാണ് കിരീടം എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാന്റെ ഫുൾ കൺട്രോൾ ഞാനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒപ്പിട്ട് കൊടുക്കാൻ ഇതുവരെ ഷഹബാസ് ഷെരീഫ് എത്തിയതുമില്ല. ഇതാണ് അവസ്ഥ. ഇതിനിടയ്ക്കാണ് ഒരു സൈഡിൽ ഇമ്രാൻഖാന്റെ സഹോദരി ഇമ്രാൻഖാനെ കണ്ടേ മതിയാവും എന്ന് പറഞ്ഞിട്ട് അതൊരു സൈഡിൽ ഈ തെഹ്രീക്ക് ഇൻസാഫ് എന്ന് പറഞ്ഞ പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ പ്രതിഷേധം നടത്താൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ്. इतना बताइएगा कि खान साहब की सेहत कैसी है, वो कैसे लगे आपको, क्या बात की उन्होंने? सेहत अल्हम्दुलिल्लाह ठीक है, मगर जरूरी वो उन्होंने बड़े गुस्से में थे, कहते हैं कि हमें ये मेंटल टॉर्चर कर रहे हैं और सारा दिन कमरे में बंद, थोड़ा सा बाहर जो निकल सकते हैं, कोई किसी से कम्युनिकेशन नहीं। कहते हैं कि आसिम मुनीर जिम्मेदार है, ये सब कुछ हो रहा है। बाकी कितनी देर मुलाकात रही है मैडम आपकी? अच्छा, सेहत उनकी ठीक है, अल्हम्दुलिल्लाह। അതൊരു സൈഡിൽ. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പാകിസ്ഥാൻ്റെ ഉള്ളിൽ. ഇതിനകത്ത് 2-3 സ്ഥലങ്ങൾ, ഞാനൊരു മാപ്പ് കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് 2-3 സ്ഥലങ്ങൾ, അതായത് പാകിസ്ഥാൻ ശരിക്കും ഈ അഫ്ഗാനിസ്ഥാൻ്റെ ബോർഡറുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലം, അത് കഴിഞ്ഞ് കാണിക്കുന്ന പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് റെക്കോർഡിക് എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഒരു സ്ഥലം, അവിടെയും അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഇതും പാകിസ്ഥാൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ആണവ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്ന ഒരു സ്ഥലം തന്നെയാണ്. അതുപോലെ അതിൻ്റെ തൊട്ട് താഴെ സെയിൻഡാക്ക് എന്ന് പറഞ്ഞ സ്ഥലം കാണിക്കുന്നുണ്ടല്ലോ, ഈ സെയിൻഡാക്ക്. അതുപോലെ തന്നെ ചഗായ്, ഈ ചഗായ് എന്ന് പറയുന്ന സ്ഥലത്താണ് ബലൂചിസ്ഥാനികൾ ഇപ്പം കയറി അറ്റാക്ക് നടത്തിയത്. ഈ ചഗായിലാണ് ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നടന്നത്. ഈ ചഗായിൽ ശരിക്കും 6 ആണവായുധങ്ങൾ, അതുപോലെ തന്നെ അതിനൊത്ത ഡിറ്റനേറ്റേഴ്സ് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഈ ആണവായുധങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം തന്നെ പാർട്ടായിട്ട് ഇങ്ങനെ, ആണവായുധങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് റെഡി ടു യൂസ് പർപ്പസിന് വെച്ചിരിക്കുന്ന സാധനമാണ്. അപ്പോൾ ഈ ഡിറ്റനേറ്റേഴ്സ് ഘടിപ്പിക്കാത്ത രീതിയിൽ ഇത് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കും. ഇവർ എപ്പോഴാണ് ആവശ്യം എന്ന് പറഞ്ഞാൽ അത് വളരെ ക്വിക്കായിട്ട് അത് അസംബിൾ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് സെറ്റപ്പ്. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് അവിടെ ചഗായ് എന്ന് പറയുന്ന സ്ഥലത്തുള്ളത്. ഈ ചഗായ് എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തുള്ള FC ഫ്രണ്ടിയർ ഹെഡ്ക്വാർട്ടേഴ്സ്, അവിടെയാണ് ബലൂചിസ്ഥാനികൾ കയറി അറ്റാക്ക് നടത്തിയത്. അത് ശരിക്കും ഒരു ലേഡി, ഞാൻ ഇമേജിൽ കാണിക്കുന്ന ഈ ഒരു സ്ത്രീ, ഇവരാണ് ശരിക്കും സ്വയമേ പോയി പൊട്ടിത്തെറിച്ചത്. പിന്നെ പാകിസ്ഥാനിൽ പൊട്ടിത്തെറി ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയയാണ്. അവർ നേരെ കയറി ക്യാമ്പിനുള്ളിൽ പോവുകയാണ്, പൊട്ടിത്തെറിക്കുകയാണ്. അതോടൊപ്പം 4 പേര് കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ പൊട്ടിത്തെറിക്കാൻ പോയവരിൽ ഇതിനോടൊപ്പം പോയ ആൾക്കാർ 4 പേര്, അതായത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയിൽപ്പെട്ട ആൾക്കാർ തന്നെ, അതിനുവേണ്ടി തന്നെയാണ് അവർ പോയത്. പക്ഷേ എന്തായാലും നമുക്ക് ഇപ്പം ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന ഈ ഒരു ഇന്ത്യ റഷ്യ
ഉച്ചകോടി, ഇതൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഒരു അൺസർട്ടനിറ്റി, അത് ഞാൻ ഇന്നലെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യ അവരെ കുറച്ച് ഹോട്ട് ലൈനിൽ ഒരു ഹോട്ട് സീറ്റിൽ ഇരുത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതായത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിച്ച് കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് ഒന്ന് തീരുമാനമാകുന്നത് വരെ പാകിസ്ഥാൻ ഈ അവസ്ഥയിൽ ഇരിക്കുന്നതന്നെയാണ് നമുക്ക് നല്ലത്. അപ്പോൾ എന്തായാലും അത് കിടന്ന് തിളക്കട്ടെ, നമ്മൾ നമ്മുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവാം. ഇതാണ് പാകിസ്ഥാൻ്റെ അവസ്ഥ. ഇതിനിടയ്ക്ക് ഒരു കോമഡിയും കൂടെ ഉണ്ട്. പാകിസ്ഥാന് ഇന്ത്യ എയർ സ്പേസ് തുറന്നു കൊടുത്ത് ശ്രീലങ്കയ്ക്ക് എയ്ഡ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രീലങ്കയ്ക്ക് കൊടുത്തയച്ച എയ്ഡ് സാധനങ്ങളിൽ പലതും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണെന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. ഇത് പണ്ട് തുർക്കിക്ക് ഇവർ ഇതേ പരിപാടിയാണ് കാണിച്ചത്. ഇപ്പോൾ അതായത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പാകിസ്ഥാൻ്റെ ഉള്ളിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ദാരിദ്ര്യമാണ്. ഇവരാർക്ക് സഹായിക്കാനാണ്, ഇവരെ കൊണ്ട് ആർക്ക് സഹായിക്കാൻ കഴിയില്ല. പിന്നെ പേരിന് എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് വരുത്തണമല്ലോ, അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ അതിങ്ങനെ നാണംകെട്ട പ്രവൃത്തിയായി മാറിത്തീരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിപ്പം ആ പ്രോഡക്റ്റിൻ്റെ പിക്ചർ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഡേറ്റും ഫോട്ടോ സഹിതം എടുത്ത് സോഷ്യൽ മീഡിയയിൽ മൊത്തം വൈറലാണ്. ഇവരെ ആരാണ് ഈ നാണംകെട്ട രീതിയിലുള്ള സഹായം ചെയ്യാൻ ഇവരോട് പറഞ്ഞത്? ഇവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? മിണ്ടാതെ അവിടെ ഇരുന്നാൽ പോരെ. അതിനുവേണ്ടി എയർ സ്പേസ് ഒക്കെ ഓപ്പൺ ചെയ്ത് ഫ്രീ ആയിട്ട് അവർക്ക് എയർക്രാഫ്റ്റ് പറന്നു പോകാനുള്ള സംവിധാനമൊക്കെ ഇന്ത്യ ഒരുക്കി കൊടുത്തിട്ടും ഇപ്പോൾ ഇതാണ് അവസ്ഥ. പാകിസ്ഥാൻ പൊതുവിൽ ദുർബലമാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പൊതുവിൽ അവിടുത്തെ ഇന്റർണൽ അറ്റ്മോസ്ഫിയർ ശരിയല്ല. ശരിക്കും പറഞ്ഞാൽ ഫിൻലാൻഡ് എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് ഇൻഡെക്സിൽ നമ്പർ 1 സ്ഥാനം തുടർച്ചയായിട്ട് വർഷങ്ങളായിട്ട് കൈയടക്കി വെച്ചിരിക്കുന്നതാണ് ഫിൻലാൻഡ്. അപ്പോൾ ഈ ഫിൻലാൻഡ് പാകിസ്ഥാൻ്റെ എംബസി അവർ അടച്ചുപൂട്ടുന്നു. അതേപോലെ പാകിസ്ഥാൻ മാത്രമല്ല, അഫ്ഗാനിസ്ഥാൻ്റെ ഉള്ളിൽ എംബസി അടച്ചുപൂട്ടുന്നു. അതുപോലെ മ്യാൻമറിലെ എംബസിയും അടച്ചുപൂട്ടുന്നു. ഇത് അടച്ചുപൂട്ടാനുള്ള കാരണമായിട്ട് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി, അവിടുത്തെ ഇപ്പോഴത്തെ ഒരു യുദ്ധസമാനമായ സാഹചര്യം, അതുപോലെ അഫ്ഗാനിസ്ഥാൻ്റെ ഉള്ളിലും അവിടെ ഒരു പൊളിറ്റിക്കൽ സ്ഥിരതയില്ല, അതുപോലെ തന്നെ മ്യാൻമറിലും ഇതേ അവസ്ഥയാണ്. ഈ 3 രാജ്യങ്ങളുമായിട്ടും ഫിൻലാൻഡിന് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള വ്യാപാര ബന്ധങ്ങളും ഇല്ല. അപ്പോൾ ഈ എംബസി കൊണ്ടു നടക്കുന്നത് തന്നെ വെറുതെയാണ്. ആരും ഫിൻലാൻഡിൽ നിന്ന് അങ്ങോട്ട് പോകാനുമില്ല. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞിരിക്കുന്നത് ഈ എംബസി യൂസ്ലെസ് ആണ്, അപ്പോൾ അതുകൊണ്ട് അടച്ചു പൂട്ടാനാണ് തീരുമാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ടുള്ള റിപ്പോർട്ടാണ്. ഞാനിത് പ്രതീക്ഷിച്ച് തന്നെയാണ് ഇരുന്നത്. നമ്മൾ പലപ്പോഴും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ റഷ്യയുടെ ഓയിൽ നിർത്തി എന്നുള്ള രീതിയിലൊക്കെ പലരും ഇവിടെ വാർത്തകൾ, പലതരത്തിലുള്ള ഫേക്ക് ന്യൂസുകൾ, അതായത് നമ്മൾക്ക് ഈ ഒരു വാർത്തകളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് അവരവർക്ക് തോന്നുന്നത് അവരവരിരുന്ന് പറയുന്ന മാതിരിയാണ് വാർത്തകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പൊതുവിൽ. പക്ഷേ ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. റോയിട്ടേഴ്സ് ആണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതേ റോയിട്ടേഴ്സ് തന്നെയാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് കുത്തനെ കുറച്ചു എന്നുള്ള രീതിയിലുള്ള വാർത്ത പ്രചരിപ്പിച്ചിരുന്നത്. അത് ഏതാണ്ട് ഒരു 25 ദിവസങ്ങൾക്ക് മുമ്പാണ് അവർ പബ്ലിഷ് ചെയ്തത്. അതേ റോയിട്ടേഴ്സ് ഇന്ന് നേരെ തിരിച്ച് പറയുകയാണ്. എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, റിപ്പോർട്ട് വന്നിട്ടുണ്ട്. റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ട്രാക്കിംഗ് ആണ്. സാറ്റലൈറ്റ് മാപ്പ് പ്രകാരം റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ കൊണ്ടുവരുന്ന ഷിപ്പുകൾ ഏത് റൂട്ട് വഴിയാണ് വരുന്നത്, മിഡിൽ ഈസ്റ്റ് ത്രൂ, അത് എങ്ങനെയാണ് കൃത്യമായിട്ട് ഇന്ത്യയിൽ എത്തുന്നത് എന്നുള്ളതിൻ്റെ മാപ്പ് സഹിതം പബ്ലിഷ് ചെയ്തുകൊണ്ട് വന്നിരിക്കും. കെപ്ലർ എന്ന് പറഞ്ഞാൽ ഒരു സാറ്റലൈറ്റ് മാപ്പിംഗ് ത്രൂ ആണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. അവർ കൃത്യമായി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അവർ റൗണ്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ഇന്ത്യക്ക് സപ്ലൈ ചെയ്യുന്ന ഷിപ്പുകൾ എന്നുള്ള രീതിയിലൊക്കെ അവർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പലതും ട്രാൻസ്പോണ്ടേഴ്സ് ഓഫ് ചെയ്തുകൊണ്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ത്യക്കുള്ളിൽ തികച്ചും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് തന്നെ ഓയിൽ വരുന്നുണ്ട് റഷ്യയിൽ നിന്ന്. പിന്നെ അതുകൂടാതെ റിലയൻസിന് വേണ്ടിയിട്ടും വരുന്നുണ്ട്. അതായത് റഷ്യൻ എണ്ണ കുത്തനെ കൂടിയിരിക്കുകയാണ്. ഒരു ദിവസം 1.8 മില്യൺ ബാരൽ വെച്ചിട്ട് ഇന്ത്യ റഷ്യയുടെ നിന്നും എണ്ണ വാങ്ങിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 മാസങ്ങളുടെ കണക്കെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നവംബറിലാണ് ഏറ്റവും കൂടുതൽ എണ്ണ ഇന്ത്യ റഷ്യയുടെ നിന്ന് വാങ്ങിച്ചിരിക്കുന്നത്. ഇതാണ് റിപ്പോർട്ട് പറയുന്നത്. ഇതിനകത്ത് US പറ്റുന്ന അബദ്ധം സാങ്ഷൻ ഏർപ്പെടുത്തുക എന്നുള്ളതാണല്ലോ. US ആയാലും ശരി, യൂറോപ്പിൻ്റെ ആയാലും അവരുടെയൊക്കെ ചില നിലപാടുകൾ. ഇതെല്ലാം തന്നെ UN മുഖാന്തരം ഏർപ്പെടുത്തുന്ന ആഗോളതലത്തിൽ ഉണ്ടാക്കുന്ന സാങ്ഷൻസ് അല്ല. ഇതെല്ലാം തന്നെ US-ഉം യൂറോപ്പും അവരവരുടെ രാജ്യ താല്പര്യങ്ങൾ അനുസരിച്ചുള്ള സാങ്ഷൻസ് ആണ് അവർ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതുകൊണ്ട് സംഭവിക്കുന്നത് പറഞ്ഞാൽ, ഈ സാങ്ഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന കമ്പനികൾ, ഇപ്പോൾ യൂറോപ്പ് കുറേ കമ്പനികൾക്ക് സാങ്ഷൻസ്, ഇത് റഷ്യയുമായിട്ട് നിങ്ങൾ ഇടപാട് നടത്തുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ കമ്പനികളെ സാങ്ഷൻ ചെയ്യും. അതുപോലെ അമേരിക്കയും സാങ്ഷൻ ചെയ്യും. അപ്പം ഇതിനകത്ത് കുറേ കമ്പനികളും ഉണ്ട്. അതുപോലെ തന്നെ ഈ എണ്ണ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഈ ഫ്ലീറ്റുകൾ, ടാങ്കർ ഫ്ലീറ്റുകൾ ഓൺ ചെയ്യുന്ന കമ്പനികളുണ്ട്. ഈ നിരോധിക്കപ്പെട്ട എണ്ണ കമ്പനികളുമായിട്ട് നിരോധിക്കപ്പെട്ട കപ്പൽ കമ്പനികൾ, ഇവർ രണ്ടുപേരും ഒരുമിച്ച് കൂടിയിട്ട്, അപ്പോൾ ഇതിപ്പം സാങ്ഷൻ ഏർപ്പെടുത്തി ഈ സാങ്ഷൻ ചെയ്യപ്പെട്ട കമ്പനികളുടെയും അതേപോലെ ടാങ്കർ ഫ്ലീറ്റ് ഓൺ ചെയ്യുന്ന കമ്പനികളുടെയും എണ്ണത്തിൽ നല്ല രീതിയിലുള്ള വർധനവ് എന്ന് പറഞ്ഞാൽ മേജറായിട്ട് ഈ കച്ചവടം നടത്തുന്ന കമ്പനികളെയൊക്കെ പിടിച്ച് ഇവർ സാങ്ഷനിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സാങ്ഷനിലുള്ള കമ്പനികൾ ഒരു ഗ്രൂപ്പായിട്ട് തിരിഞ്ഞുകൊണ്ട് അവരുടെ ഇടയിൽ കച്ചവടം, അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, യൂറോപ്പിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. റഷ്യ വളരെ ഭംഗിയായിട്ട് സാങ്ഷനിലുള്ള കമ്പനികൾക്ക് തന്നെ എണ്ണ കൊടുക്കുകയും അവർ ഏത് കമ്പനിക്കെതിരെയാണ് യൂറോപ്പ് സാങ്ഷൻ ഏർപ്പെടുത്തിയിരിക്കുന്നത് അവർക്ക് കൈമാറും. അവർ ഈ എണ്ണ വാങ്ങിച്ചിട്ട് മറ്റുള്ള രാജ്യങ്ങൾക്ക്, ഇന്ത്യ പോലത്തെ രാജ്യങ്ങൾക്ക്, അതേപോലെ പല രാജ്യങ്ങൾക്കും അവർ എണ്ണ കച്ചവടം നടത്തുന്നത്. ഇതാണ് സംഭവം. അപ്പോൾ ഈ രീതിയിൽ ഇന്ത്യക്കുള്ളിൽ എണ്ണ നല്ല രീതിയിൽ റഷ്യൻ എണ്ണ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പുടിൻ പറഞ്ഞത് ഞാൻ $7 വരെ കുറച്ച് തരാമെന്ന് ഇന്ത്യക്ക്. ഇന്ത്യ ഒരു മിനിമം ഡീസൻറ്റ് ലെവലിലുള്ള ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്ന ഒരു ഗുഡ് ബയറാണ് റഷ്യയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ആ ഒരു ഡിസ്കൗണ്ട് റഷ്യ തരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് എണ്ണയുടെ പുറകിലുള്ള കഥ. നമ്മൾ അന്നേ പറഞ്ഞിരുന്നു, ഈ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഒരിക്കലും ഇന്ത്യ പോയിട്ട്
ഒരു അൺഎത്തിക്കലായിട്ടുള്ള ഞങ്ങൾ ഇനി എണ്ണ വാങ്ങിക്കുന്നില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മെസ്സേജ് പറഞ്ഞിട്ടുണ്ട് അമേരിക്കയ്ക്ക്, ഞങ്ങൾ ഈ റഷ്യൻ എണ്ണ വാങ്ങിച്ച് റഷ്യൻ എണ്ണ കുറഞ്ഞ വിലയിൽ വാങ്ങിച്ച് റിഫൈൻ ചെയ്ത് ഞങ്ങൾ കൂടിയ വിലയ്ക്ക് യൂറോപ്പിന് കൊടുക്കുന്നില്ല, പോരെ? അതാണല്ലോ നിങ്ങളുടെ ക്ലെയിം, ഞങ്ങൾ പൈസ ഉണ്ടാക്കുന്നുള്ളൂ. അതായത് ചീപ്പർ കോസ്റ്റിന് റഷ്യൻ എണ്ണ വാങ്ങിച്ചിട്ട് ഉയർന്ന പ്രൈസിന് മാർജിനിൽ വിൽക്കുന്നു, അതുകൊണ്ട് ഇന്ത്യ നല്ല പൈസ ഉണ്ടാക്കുന്നുള്ളതാണ് നിങ്ങളുടെ ക്ലെയിം. ആ അവകാശവാദത്തിനെ തള്ളിക്കൊണ്ട് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ റഷ്യൻ എണ്ണ ചീപ്പർ കോസ്റ്റിന് വാങ്ങിയിട്ട് ഞങ്ങളുടെ രാജ്യത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ ചിലവാക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ യൂറോപ്പിന് റഷ്യൻ എണ്ണ കൊടുക്കുന്നില്ല. വേറെ മിഡിൽ ഈസ്റ്റ് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന എണ്ണയുണ്ട്, നൈജീരിയ അതേപോലത്തെ സ്ഥലങ്ങളിലൊക്കെ. ആ എണ്ണ റിഫൈൻ ചെയ്ത് ഞങ്ങൾ യൂറോപ്പിലേക്ക് എത്തിക്കാം. അപ്പോൾ പിന്നെ അവിടെ പ്രശ്നമില്ലല്ലോ. ആ ഒരു മെത്തഡോളജിയാണ് ഇന്ത്യ കൃത്യമായിട്ട് അമേരിക്കയ്ക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്തത്. ഇനി അമേരിക്ക എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒരു കാര്യമില്ല. ഇപ്പോൾ ഇതിനകത്ത് ഡിപ്ലോമസി എന്ന് ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഡിപ്ലോമസി എങ്ങനെയാണ് വർക്കാന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് അറിയാം ഇന്ത്യ റഷ്യയുടെ എണ്ണ വാങ്ങിക്കുന്നുള്ളത്. പക്ഷേ അമേരിക്ക ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ് പറഞ്ഞത്? ഇന്ത്യ എണ്ണ വാങ്ങിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ ഒന്ന് എതിർത്ത് പറയാനോ അല്ലെങ്കിൽ ഞങ്ങൾ എണ്ണ വാങ്ങിക്കുന്നു, ട്രംപ് പറഞ്ഞത് കള്ളമാണെന്ന് തിരുത്തി പറയാനോ ഇന്ത്യ മുതിരുന്നില്ല. എന്തുകൊണ്ടാണ്? അത് ഡിപ്ലോമസിയാണ്. പക്ഷേ ഇന്ത്യക്ക് അറിയാം ഇന്ത്യ എണ്ണ വാങ്ങിക്കുന്നുള്ളത് അമേരിക്കയ്ക്ക് അറിയാമെന്നുള്ള വിഷയവും ഇന്ത്യക്ക് അറിയാം. അപ്പോൾ ഇത് അമേരിക്കയ്ക്കും അറിയാം. പക്ഷേ അമേരിക്ക ഒരിക്കലും വിളിച്ച് പറയാൻ പോകുന്നില്ല ഇന്ത്യ ഒരുപാട് എണ്ണ വാങ്ങിക്കുന്നു എന്നുള്ള രീതിയിൽ അമേരിക്ക വിളിച്ച് പറയാൻ പോകുന്നില്ല, അൺലെസ് ഈ മാധ്യമങ്ങൾ ഇതേപോലെ കുത്തിപ്പൊക്കി കൊണ്ടുവന്നാൽ ഒഴിയെ. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു പത്രസമ്മേളനത്തിൽ ഏതെങ്കിലും ഒരു പത്രസമ്മേളനത്തിൽ അമേരിക്കയിൽ ട്രംപിന്റെ അടുത്ത് ചോദ്യമായിട്ട് മുന്നോട്ട് പോകും. അപ്പോഴായിരിക്കും റെസ്പോൺസ് അറിയാൻ പറ്റുന്നത്. കാരണം പബ്ലിക്കലി ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അപ്പോഴായിരിക്കും റെസ്പോൺസ് കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ അറിവിൽ ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിവരമില്ല. പിന്നീട് എന്തെങ്കിലും കണ്ടെത്തി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നടപടിയെടുക്കും എന്നുള്ള രീതിയിലുള്ള മറുപടികളൊക്കെ അമേരിക്കയുടെ പക്കൽ നിന്ന് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്നാലും ഇന്ത്യ എടുത്തിരിക്കുന്ന ബോൾഡായിട്ടുള്ള തീരുമാനം, അതായത് ശരിക്കും പറഞ്ഞാൽ അമേരിക്ക എന്ത് വിചാരിച്ചാലും ഇന്ത്യയുടെ നിലപാടിൽ ഒരു മാറ്റവും വരുത്താൻ പോകുന്നില്ല എന്നുള്ളത് വളരെ ശക്തമായി അടിയുറച്ച് അമേരിക്കയ്ക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജാണിത്. നീ 50 അല്ല 100 അല്ല, നീ എത്ര ശതമാനം താരിഫ് വേണമെങ്കിലും ഇട്ടോ, ഞങ്ങൾ എടുത്ത തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും എന്നുള്ളതിൻ്റെ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു തീരുമാനം, ഇത്ര പൊട്ടൻഷ്യൽ ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ തുർക്കിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്, പ്രത്യേകിച്ച് ഹമാസ് ബ്രദർഹുഡുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത. ഈ ബ്രദർഹുഡ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഇതുവരെ സാങ്ഷൻ ചെയ്തിട്ടില്ല. ഈ ബ്രദർഹുഡിനെ അറബ് രാജ്യങ്ങൾ UAE ഉൾപ്പെടെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള പല അറബ് രാജ്യങ്ങളിലും ഈ ബ്രദർഹുഡ് ബാൻഡാണ്. ഈജിപ്തിൽ ഉൾപ്പെടെ ബാനാണ്. അപ്പോൾ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനയെ അമേരിക്ക ഇതുവരെ നിരോധിച്ചിട്ടില്ല. അപ്പോൾ അമേരിക്ക ഇപ്പോഴാണ് നിരോധിക്കണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇവരുടെ അടിവേര് ശക്തമാണ് അമേരിക്കയുടെ ഉള്ളിലായാലും തന്നെ. അപ്പം ഏതാണ്ട് $500 വർത്ത് വരുന്ന ഫണ്ട് ഇവർ സമാഹരിച്ചിട്ടുണ്ട് ഈ ഗാസയുടെ പേരും പറഞ്ഞിട്ട്. ഈ യുദ്ധം ഇസ്രായേൽ ഗാസ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇവർ 500 മില്യൺ, നിങ്ങൾ നോക്കിക്കോളൂ, ഈ ചാരിറ്റി ഫണ്ട് മൊത്തം ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് തുർക്കിയിലാണ്. ഈ ഹമാസിന്റെ ഒരു താവളം കൂടിയാണ്, ഒളിത്താവളം കൂടിയാണ് ഈ തുർക്കി. അപ്പോൾ ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ തുർക്കിയിലെ തയ്യബ് എർദോഗൻ ആയിക്കോട്ടെ, ഇവരൊക്കെ ഈ ഹമാസിനെ പിന്തുണയ്ക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇവരുടെ ഫണ്ട് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ശരിക്കും ഗാസയുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാനും അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യാനും വേണ്ടിയിട്ട് ലോകമെമ്പാടുമുള്ള സന്നദ്ധ സംഘടനകൾ അതുപോലെ തന്നെ പല NGOകൾ ത്രൂ കളക്ട് ചെയ്ത ഫണ്ടാണ്. ഗാസയിലാണെങ്കിൽ വീണ്ടും ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞൊരു കോളേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അതേപോലെ ഒരു ഹോസ്പിറ്റൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതായത് ഇസ്രായേൽ തുറന്നു കൊടുത്ത സ്ഥലത്തിനകത്ത് തന്നെ ഇവർ ഇതെല്ലാം തന്നെ റീഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം പൊടിതട്ടിയെടുത്ത് റീഓപ്പൺ ചെയ്തിരിക്കുകയാണ്. സിലബസിൽ ഒരു മാറ്റവും ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോഴും ഇസ്രായേൽ വിരുദ്ധത അവിടെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിവ്. പിന്നെ ഒരു വാർത്ത വരുന്നത് ഹമാസിന് ഈ ഒരു ടണൽ പണിയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തത് ചൈനീസ് ടെക്നോളജിയാണ്. ചൈനയ്ക്കെതിരെ വല്ലാത്ത രീതിയിലുള്ള പങ്കുണ്ടെന്നാണ് ഇസ്രായേലിന്റെ കണ്ടെത്തൽ. അപ്പോൾ ഇതിനെ തുടർന്ന് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിന്റെ ഇലക്ട്രോണിക് കാറുകൾ ഒഴിവാക്കിയതിൽ പ്രധാനമായിട്ടും ഈ മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളൊക്കെ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്ത് ഇറാന് മിസൈൽ വിടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിന്റെ കണ്ടെത്തൽ ശരിക്കും പറഞ്ഞാൽ ലൊക്കേഷൻ എങ്ങനെയാണ് ട്രാക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഇതിന് ചൈനീസ് വാഹനങ്ങൾ അതിലുണ്ടായിരുന്ന GPS സഹായകരമായിട്ടുണ്ടാവാം എന്നുള്ള രീതിയിലുള്ള കണ്ടെത്തൽ. അതിനെ തുടർന്നാണ് ഈ ചൈനീസ് വാഹനങ്ങൾ ഒഴിവാക്കിയെന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു രീതിയിലുള്ള ചാൻസും കൊടുക്കുന്നില്ല ഇസ്രായേൽ, അതാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ തുടർന്ന് ഈ നെറ്റ്വർക്ക്, അതായത് ഈ ടണൽ ഇത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് ഇവർക്ക് പണിയാനുള്ള കംപ്ലീറ്റ് ഐഡിയ, ബ്ലൂ പ്രിന്റ്, ഇതിന് ട്രെയിനിങ് കംപ്ലീറ്റ് കൊടുത്തത് ചൈനയാണെന്നാണ് ഇപ്പോൾ കണ്ടെത്തൽ. അപ്പോൾ ചൈനയ്ക്കെതിരെ നടപടി എടുക്കണം എന്നുള്ള രീതിയിൽ ഇസ്രായേൽ അമേരിക്ക എടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അമേരിക്ക ആണെങ്കിൽ ഇപ്പോൾ അതിന് സമ്മതം മൂളിയില്ല. അപ്പോൾ അമേരിക്ക പറഞ്ഞിരിക്കുന്നത് അത് പറ്റത്തില്ല ഇപ്പം, കാരണം ഒന്നാമത് ചൈനയുമായിട്ട് ഇപ്പോൾ നമ്മൾ തർക്കത്തിലാണ്. അതിൽ ഇപ്പോഴാണ് ചെറിയ രീതിയിൽ ഒന്ന് സംസാരിച്ച് റെയർ എർത്ത് എലമെന്റ്സ് ഒക്കെ ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ ഇപ്പോൾ ചൈനയ്ക്കെതിരെ വേണ്ട എന്നുള്ള നിലപാടാണ് അമേരിക്ക എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വേണ്ടുവോളം സ്ട്രാറ്റജിക്കലി കൃത്യമായ പ്ലാനിങ് ചെയ്ത് അവരെ ഒന്ന് ഒതുക്കാം. പക്ഷേ പകരം ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള പ്രസ്താവനകളോ, അതായത് ഓപ്പൺ ആയിട്ട് ചൈനയെ എതിർക്കണ്ട, അതാണ് ഇപ്പോൾ US-ന്റെ നിർദ്ദേശം ഇസ്രായേലിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനൊത്ത് സൈലന്റ് ആയിട്ട് മുന്നോട്ട് പോകാനാണ് ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഹമാസിന് ഈ യുദ്ധ കാലയളവിൽ ഫണ്ട് വന്നിട്ടുണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട്. അതിന് ഹെൽപ്പ് ചെയ്തത് മലേഷ്യയാണ്. മലേഷ്യ ത്രൂ ആണ് ഹമാസിന് ഫണ്ട് വന്നിരിക്കുന്നത്. അതിന് ഹെൽപ്പ് ചെയ്തതിന് UN ഒരു പങ്കുണ്ടെന്നാണ് കേൾക്കുന്നത്. യുണൈറ്റഡ് നേഷൻസിന്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം സംഘങ്ങൾ ചാരിറ്റി എന്നുള്ള പേരിൽ മലേഷ്യ ത്രൂ ഹമാസിന് ഫണ്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. അതേപോലെ ഇസ്രായേലിന്റെ ഉള്ളിൽ പുതിയ നിയമം ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കേണ്ടതില്ല, അതുപോലെ തന്നെ എല്ലാവരും iOS ഉപയോഗിച്ചാൽ മതി, കാരണം സെക്യൂരിറ്റി റീസൺ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് പ്രധാനമായിട്ട് ഇസ്രായേൽ പറഞ്ഞു വെക്കുന്നത് ചൈനീസ് GPS ട്രാക്കിംഗ് ആൻഡ്രോയിഡ് ഫോണുകളിൽ വളരെയധികം കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അതായത് ഫോൺ ഹാക്ക് ചെയ്ത് ഏതെങ്കിലും ചെറിയ മെസ്സേജ് മതി, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഹിൻറ്റ് മതി, ഇല്ലെങ്കിൽ പല ഫോണുകളുടെയും ഉള്ളിൽ ചൈനീസ് കമ്പോണൻറ്റുകളാണ്. അപ്പോൾ അത് ത്രൂ ഏതെങ്കിലും തരത്തിൽ അവർക്ക് ഹാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ GPS ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ടാണ് ആൻഡ്രോയിഡ് ഫോൺ വേണ്ടാന്ന് വെച്ചിരിക്കുന്നതാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. ചൈന, റഷ്യ 2 രാജ്യങ്ങളും തമ്മിൽ പരസ്പരം വിസ ഫ്രീ ട്രാവലിന് ധാരണയായിട്ടുണ്ട്. സൗദി അറേബ്യ ഓൾറെഡി ഇതേപോലെ എഗ്രിമെൻറ്റ് കഴിഞ്ഞ ആഴ്ച നടപ്പിലാക്കിയിട്ടുണ്ട്. ഇന്ത്യക്ക് റഷ്യയ്ക്കും ഇടയിൽ ഓൾറെഡി തന്നെ ഈ ഒരു എഗ്രിമെൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പം അതുപോലെ തന്നെ വ്യാപാര ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളും കൂടി മുന്നോട്ട് നടക്കുന്നുണ്ട്. ഈ രീതിയിൽ യൂറോപ്യൻ രാജ്യങ്ങളായിക്കോട്ടെ, അമേരിക്ക ആയിക്കോട്ടെ, ഇവന്മാർക്കെല്ലാം നേട്ടങ്ങളാണ്. ശരിക്കും ഏഷ്യൻ സൈഡിലാണ് ഈ ആയുധ വിൽപ്പന കൊണ്ട് നേട്ടങ്ങൾ കൂടുതൽ ഉണ്ടാവാത്തത്. അത് വേറൊരു വിഷയമാണ്. അപ്പോൾ നമുക്ക് ആ വിഷയം സംസാരിക്കുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അതിനകത്ത് ഉൾപ്പെടുത്താം. എയർബസ് എന്ന് പറയുമ്പോഴത്തേക്കും യൂറോപ്പിലെ ഒരു 3 രാജ്യങ്ങൾ കൂടി ചേർന്ന് റൺ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. പ്രത്യേകിച്ച് ഫ്രാൻസിലാണ് ഇതിൻ്റെ ആസ്ഥാനം. അപ്പോൾ അങ്ങനത്തെ ഒരു കമ്പനി ശരിക്കും 6000 എയർക്രാഫ്റ്റുകൾ ഇപ്പം ഡൗൺ ചെയ്തിരിക്കുകയാണ്. അതിന് കാരണം എന്താ വെച്ചാൽ ലാൻഡിംഗ് ഗിയർ ഇഷ്യൂ, അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എയർബസ് ഇന്ത്യക്കുള്ളിൽ റൺ ചെയ്യുന്നുണ്ട്. ഇൻഡിഗോ എയർലൈൻസ് മൊത്തം എയർബസ് ആണ്. അപ്പോൾ ഇതിൽ എത്ര എണ്ണം ഇപ്പം ഡൗൺ ചെയ്തിരിക്കും നമുക്കറിയില്ല. ഇനി ഇതിൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവർ സോഫ്റ്റ്വെയർ അപ്ഗ്രഡേഷൻ എന്നുള്ള പേരിൽ വിമാനങ്ങൾ ഞങ്ങൾ താഴെ ഇറക്കി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യും എന്നുള്ള ഒരു വാർത്തയൊക്കെ പബ്ലിഷ് ചെയ്യുന്നത്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ പ്രൊപ്പഗണ്ടയാണ്. കാരണം ഇവർക്ക് പറയാൻ വയ്യ ലാൻഡിംഗ് ഗിയർ ഇഷ്യൂ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വൻതോതിലുള്ള നഷ്ടം സംഭവിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇവർ സോഫ്റ്റ്വെയർ അപ്ഗ്രഡേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറുമായിട്ട് വന്നത്. നമ്മളും ഈ സോഫ്റ്റ്വെയർ അപ്ഗ്രഡേഷനുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിൻ്റെ വിഷയം സോഫ്റ്റ്വെയർ അപ്ഗ്രഡേഷൻ അല്ല. കാരണം അങ്ങനെയാണെങ്കിൽ മറ്റുള്ള പല എയർലൈൻ കമ്പനികളുണ്ട്, അവർക്കൊക്കെ സോഫ്റ്റ്വെയർ അപ്ഗ്രഡേഷൻ നടത്തണ്ടേ. പുതുമയായിട്ടാണ് നമ്മൾ കേട്ടത് ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഗ്രഡേഷൻ. അപ്പോൾ ഇത് ഏതാണ്ട് 6000 വിമാനങ്ങൾ ഇപ്പം തറയിൽ ഇറക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഗിയറൊക്കെ പരിശോധിച്ച് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് മാത്രമേ ഈ വിമാനങ്ങൾക്കൊക്കെ ഇനി പറന്നു പോകാൻ കഴിയുകയുള്ളൂ. അതാണ് അവസ്ഥ. എയർബസിൻ്റെ സ്റ്റോക്ക് അങ്ങ് നിലം പൊത്തി വീണിരിക്കുകയാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ എയർബസിൻ്റെ സ്റ്റോക്ക് പുവർ പെർഫോമൻസ് ആണ്, തളർന്ന് താഴെ വീണിരിക്കുന്ന സാഹചര്യമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇതാണ്. അപ്പോൾ എന്തായാലും ഞാൻ എല്ലാ വിഷയങ്ങളും ഓടിച്ചാണ് വാർത്തകൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എല്ലാ വാർത്തകളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തകളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.